അങ്ങനെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു സിനിമ കാത്തിരുന്ന് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഒരു ഓക്കെ സിനിമയായിരുന്നു. മൾട്ടിപ്പിൾ വാച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് തോന്നിയില്ല. പക്ഷേ ടോട്ടലി സ്കിപ്പ് ചെയ്യേണ്ട പടമല്ല, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് അറ്റംപ്റ്റ് ആണ്. കോൺസെപ്റ്റും സബ്ജക്റ്റും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പല സിനിമകളിലും കണ്ടിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. പക്ഷേ അതിനൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു പ്ലസ് ആണ്. സിനിമ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു യൂഷ്വൽ കൊമേഴ്സ്യൽ ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ഒരു ബിഗ് കോർപ്പറേറ്റ് വില്ലൻ, അവർക്കെതിരെ പോരാടുന്ന കുറച്ച് പേര്, ആ ടിപ്പിക്കൽ ട്രാക്കിൽ തന്നെയാണ് സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നത്. സ്റ്റിൽ നമ്മുടെ മമ്മൂട്ടിയുടെ സ്ക്രീൻ സ്പേസ് കൊണ്ട് സിനിമ ഫുൾ എൻഗേജിങ് ആയി പോകുന്നുണ്ട്, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഒരു മോഹൻലാൽ മമ്മൂട്ടി പടത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു പഞ്ച് ഫീല്, ഒരു ഗൂസ് ബംപ്സ്, അങ്ങനെയൊന്നും നമുക്ക് ആ സിനിമയിൽ എവിടെയും സ്ട്രോങ് ആയിട്ട് കിട്ടുന്നില്ല. സ്റ്റണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ ഒരു സിനിമ. ഒരുപാട് സന്ദർഭങ്ങളിൽ സ്റ്റണ്ട് സീൻ വരുന്നുണ്ട്, എന്നാൽ അവിടെയൊക്കെ കുറച്ച് ലാഗ് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇഷ്ടപ്പെടുന്നവർക്ക് അത് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ അവരുടെയൊക്കെ സ്റ്റണ്ട് നമുക്ക് കാണാൻ പറ്റും. അത് കുറച്ച് ടൈം ഉണ്ട്. അതാണ് ആ ഒരു സിനിമയിൽ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ്. പിന്നെ പല കഥാപാത്രങ്ങളും വലിയ മെയിൻ ആയിട്ട് വരുന്ന നയൻതാര, അതുപോലെ മോഹൻലാൽ, തുടങ്ങിയ കഥാപാത്രങ്ങൾക്ക് അത്രയും വേണ്ടത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അത് ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്നൊരു ഫീലാണ് എനിക്ക് വന്നത്. പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇത്രയും നല്ല ആക്ട്രസ് അവരെല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് പോലെയാണ് തോന്നുന്നത്. എന്നാലും വൺ ടൈം വാച്ച് തന്നെയാണ്. സിനിമ കാണാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്ന ഒരു മമ്മൂട്ടി മോഹൻലാൽ കോംബോ അത്രയും നമ്മൾ ഹൈപ്പിൽ പ്രതീക്ഷിച്ച് പോവേണ്ട കാര്യം വരുന്നില്ല. അത്രയും ഹൈപ്പ് വരുമ്പോഴാണ് നമുക്കൊരു നിരാശ തോന്നുന്നത്. എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ, ഒരു ക്ലാസ് മൂവി എന്ന രീതിയിൽ പോയി കണ്ടാൽ നമുക്ക് വലിയ നിരാശയും കാര്യങ്ങളും വരുന്നില്ല. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.